ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും എത്തിക്കണേ. ISLൻ്റെ ഈ ഒരു സീസണിലെ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ ഒരു ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, അതായത് ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും. ഇത് അസിസ്റ്റ് പ്ലസ് ഗോൾ, ഇത് രണ്ടും കൂടെ കൂട്ടി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളുടെ ലിസ്റ്റാണ്. എന്തായാലും ഇതിൽ 5ാം സ്ഥാനത്തുള്ളത് ഒഡീഷയാണ്, ഡിഗോ മോറീഷ്യയാണ്. 10 ഗോൾ കോൺട്രിബ്യൂഷനാണ്. അസിസ്റ്റ് പ്ലസ് ഗോളാണ് വന്നിരിക്കുന്നത്. അർമാണ്ട സദിക്കും 10 ഗോൾ കോൺട്രിബ്യൂഷൻ. ഈസസ് ഹിമെനസ് 10 ഗോൾ കോൺട്രിബ്യൂഷൻ. സുനിൽ ഛത്രി 10 ഗോൾ കോൺട്രിബ്യൂഷൻ. എത്രയോ ദൂരെ അലാദീൻ അജാരി 18 ഗോൾ കോൺട്രിബ്യൂഷൻ. ഇതിൽ 2 പേര് ഞാനൊന്ന് എടുത്ത് പറയുകയാണ്. എന്തുകൊണ്ടാണ് സുനിൽ ഛത്രിയെ ദ ലെജൻഡ് എന്നൊക്കെ വിളിക്കുന്നത്? അതിന് കാരണം ഇതാണ്. 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹം 10 ഗോൾ കോൺട്രിബ്യൂഷൻ, അതായത് 14 മത്സരം കഴിയുമ്പോൾ 10 ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത്. നമ്മളിവിടെ അഡ്രിയാലൂണയുണ്ട്. അഡ്രിയാലൂണ പോലെ ക്വാളിറ്റി താരമുണ്ട്. ഈസസ് ഹിമെനസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റു പല താരങ്ങൾ, മറ്റു പല ക്ലബ്ബിൽ കളിക്കുന്ന താരങ്ങൾ, ജാഹു, അവർക്കൊന്നും ഇതൊരു 10 ഗോൾ കോൺട്രിബ്യൂഷൻ നേടാൻ സാധിച്ചില്ല. അവിടെയാണ് എന്താ പറയുക, നമ്മുടെ സുനിൽ ഛത്രി ഒരു 10 ഗോൾ, അത് 40ാമത്തെ വയസ്സിൽ ചില്ലറ കാര്യമല്ല. സോ എന്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണം എന്ന് പറയുന്നതിന് കാരണം ഇതാണ്, 10 ഗോൾ കോൺട്രിബ്യൂഷൻ. പിന്നെ അടുത്ത പേരെന്ന് പറയുന്നത് അലാദീൻ അജാരി. അതൊരു വല്ലാത്ത സൈനിങ് ആണ്. എന്തായാലും ഒരു അണ്ടർ റേറ്റഡ് സൈനിങ് എന്നൊക്കെ പറയണം ഇപ്രാവശ്യത്തെ. ആരും വിചാരിച്ചിരുന്നില്ല അലാദീൻ അജാരി ഈ ടൈപ്പ് ഓഫ് ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്ന്. എന്തായാലും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അലാദീൻ അജാരി 18 ഗോൾ കോൺട്രിബ്യൂഷൻ, 14 ഗോളും 4 അസിസ്റ്റും. കഴിഞ്ഞ കളിയിൽ 1 മിനിറ്റിലാണ് അദ്ദേഹം ഗോൾ അടിച്ചത്. 2ാമത്തെ ഗോൾ അദ്ദേഹം അടിച്ച് നിങ്ങൾ കണ്ടാണ്, നമ്മളെല്ലാം ഞെട്ടിക്കുന്ന നേരത്തുള്ളൊരു ഗോൾ. സോ അതാണ് ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. ഒരു ഖത്തറാണ് ഗൾഫ് പ്രോ ലീഗിൻ്റെ ഒരു 2nd ഡിവിഷൻ, ഗൾഫ് ലീഗാണ്. സോ ഖത്തർ ലീഗിൻ്റെ 2nd ആണോ അതോ മറ്റേതെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല. സോ ഒരു 2nd ഡിവിഷൻ ലീഗിൽ നിന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന താരമാണ് അലാദീൻ അജാരി. അവിടുത്തെ ടോപ്പ് സ്കോറാണെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് മാത്രമല്ല, അവിടെ ആ ഒരു ക്ലബിന് പ്രൊമോഷൻ നേടിക്കൊടുക്കാൻ സാധിച്ചൊരു വ്യക്തി കൂടിയാണ്. എപ്പോഴും നമ്മളൊരു ചാമ്പ്യൻ ക്ലബ്ബിൽ നിന്ന് പ്ലേയേഴ്സിനെ എടുക്കുമ്പോൾ അവർക്ക് ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റി ഉണ്ടായിരിക്കും. പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ചെയ്യാത്തൊരു സംഭവം തന്നെയാണ്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുക. അലാദീൻ അജാരി എന്ന് പറയുന്നൊരു സ്കൗട്ടിങ് അവർ നടത്തിയത്, നമുക്കെന്താ ഇതുപോലൊരു സ്കൗട്ടിംഗ് ഒന്നും നടത്താൻ സാധിക്കാത്തത്? നമ്മൾ എത്ര രൂപയ്ക്കാണ് ഈസസ് ഹിമെനസിനെ കൊണ്ടുപോകുന്നത്? അതിൻ്റെ മാർക്കറ്റ് വാല്യൂ നിങ്ങൾ നോക്കുക, ഏതാണ്ട് 7 കോടിക്ക് മുകളിലാണ്. മാർക്കറ്റ് വാല്യൂയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് വാല്യൂ സാലറി ഡിഫറൻസ് ആണ്. ബട്ട് അലാദീൻ അജാരിയുടെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? 1.2 കോടി രൂപ മാത്രം. ഇതാണ് 3 ഇരട്ടി കുറവ്. സോ അതൊക്കെയാണ് എന്താ പറയുക സ്കൗട്ടിംഗ് എന്നൊക്കെ പറയുന്നത്. ഗില്ലർമോ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈസസ് ഹിമെനസ് ഉണ്ട്, അദ്ദേഹത്തിനും 10 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. സോ അതിനൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിരുന്നില്ല തുടക്കം തന്നെ അദ്ദേഹം ഇത്ര ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് കാഴ്ച വെക്കുമെന്ന്. കാരണം 9 ഗോൾ അടിച്ചു, 1 അസിസ്റ്റ് നടത്തിയിട്ടുണ്ട്. സോ ഈസസും സൂപ്പറായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു പരിക്ക് മാറിക്കഴിഞ്ഞാൽ തിരിച്ചു വരാമെന്ന്. നമ്മുടെ അറ്റാക്ക് സൂപ്പറാണ്, അതിലൊരു പ്രശ്നമില്ല. നമ്മുടെ ആ ഒരു ഡിഫൻസീവ് മിഡും അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് ആ ഒരു പൊസിഷനാണ് ഭയങ്കര ഗോൾ കീപ്പിംഗ്. ആ ഒരു ബാക്കിലെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സോ അത് എങ്ങനെയും പൊളിച്ചടുക്കിയൊരു എന്താ പറയുക നല്ലൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കണം.